இந்த இரவிலே நான் படுக்கும் போது மடியில் சாயும் நீடி, அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியல ஏனடி. മഞ്ഞു മൂടും മന്ദാരം, തെന്നൽ മൂളും കിന്നാരം, ചാഞ്ചാടും മൗനരാഗം, മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്ര നിമിഷം. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. ധീരനാധീ തനനാധൃതിദോ തനനാധൃതിദോ തനധീരനാ തനധീ തനനാധീരനാധീ തനധീരനാധീ തനനാധൃതിദോ. മഴ പെയ്ത നേരം, മലർപൂത്ത നേരം, മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം. മഴ പെയ്ത നേരം, മലർപൂത്ത നേരം, മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം. നിലാവിൽ നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും, എൻ കിനാവിൻ മഞ്ചലിൽ വെൺപ്രാവ് പോൽ കുറുകുന്നുവോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ തമിഴിൽ കണ്ടുപോലെ തന്നെ നാളെയാണ് എൻ്റെ കല്യാണം. അപ്പോൾ കല്യാണ തലേന്ന് അതിരാവിലെ, അതായത് 6 മണിക്കുള്ള രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മൈലാഞ്ചി ഇടുന്നിടത്ത് വെച്ചല്ലേ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഞാൻ കഴുകി കളഞ്ഞു. ചെറുതായിട്ട് നിറമൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പല ദർശനങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഒരു 5 അമ്പലങ്ങളിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ സമയം രാവിലെ 6 മണിയായിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റൊക്കെ വരുന്നേ ഉള്ളൂ, കാരണം ഇന്നലത്തെ ഹൽദിയുടെ ക്ഷീണത്തിലാണ് എല്ലാവരും. അതെ, നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. നല്ല കോടയും മഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി തണുപ്പ്, നല്ല തണുപ്പ്. നമ്മുടെ വൃശ്ചിക മാസമൊക്കെ തുടങ്ങിയതിൻ്റെ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങോട്ട് പൊടിയും ചൂടായിരിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് നല്ല മഞ്ഞത്തോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ നല്ല രസം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സൂര്യഭഗവാനൊക്കെ നേരെ ഉദിച്ചു വരുന്നുണ്ട്. അപ്പം നല്ല വെട്ടം നമ്മുടെ ഗ്ലാസ്സിനകത്തൂടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ അടിക്കുക. ഈ ഒരു ക്ലൈമറ്റിൽ അത് നല്ല സുഖമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, AC-യുടെ തണുപ്പുണ്ട്. അതുപോലെ തന്നെ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ആ ഒരു ഇളം ചൂടൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നി. അങ്ങനെ നമ്മളത് എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് പ്ലേസ് ആയ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു റൂട്ട് വഴി കയറാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് എല്ലാ അമ്പലങ്ങളിലും ഒന്ന് ജസ്റ്റ് കയറി തൊഴുത് അവരുടെ ഒരു അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇറങ്ങാന്നുള്ള ഒരു സമയമേ ഉള്ളൂ. കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തൊഴാനുള്ള സമയമൊന്നുമില്ല. ഇപ്പം തന്നെ 6 മണിയായിട്ടുണ്ട്. നമ്മളൊരു 5 അമ്പലങ്ങൾ പ്ലാൻ ചെയ്തിട്ട് 5 ദിശയിലാണെന്നുള്ളതാണ്. കാരണം ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിലാണ് എല്ലാ അമ്പലങ്ങളും വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആറന്മുളയോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആറന്മുള അമ്പലത്തിലേക്ക് എത്തി. പൊതുവെ തിരക്ക് കുറവാണ് കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചടപടേന്ന് പറഞ്ഞു പോന്ന് വാങ്ങിച്ച്
കയറി തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. അപ്പൊ പുറത്തിറങ്ങിയപ്പോ അവിടെ ഒരു ആന നിന്ന് പട്ടയൊക്കെ ഇങ്ങനെ തിന്ന് എൻജോയ് ചെയ്ത് തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആറന്മുള അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ആറന്മുളയിൽ നമ്മൾ നേരെ പോകുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ആറന്മുളയിൽ നിന്ന് ഒരു അരമണിക്കൂറോളം ഉണ്ട് കേട്ടോ നമുക്ക് ചെങ്ങന്നൂര് പോകാനായിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് ഒക്കെ പിടിച്ച് ചെങ്ങന്നൂര് ഇന്ന് ബാക്ക് സൈഡിലൂടെയാണ് കേട്ടോ വന്നത്. നമ്മൾ നേരത്തെ ഒക്കെ ചെങ്ങന്നൂർ അമ്പലം കാണുമ്പോൾ ഫ്രണ്ടില്ല, അതായത് ദേവി നടയുടെ അതുവഴി കയറുന്നതാണ്. ഇത് ശിവനടയാണ് കേട്ടോ. ഇതാണോ ഇനി മെയിൻ ഇന്ന് അറിഞ്ഞൂടാ, കാരണം ഇവിടെ വലിയ രണ്ട് സൈഡിലും നല്ല വലിയ ഗോപുരം ഒക്കെ ഉള്ളതുകൊണ്ട് ഫ്രണ്ടാണോ ബാക്കിലാണോ എന്ന് അറിഞ്ഞൂടാ. എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ബാക്ക് സൈഡാന്ന് പറഞ്ഞാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. വൃശ്ചിക മാസമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ രണ്ട് അമ്പലത്തിലും നല്ല തിരക്കാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോ രണ്ട് സൈഡിൽ ഇങ്ങനെ കാറ് കൊണ്ടിട്ട് നമ്മുടെ കാറിന് മുന്നിൽ ഒരു കാറിന്റെ ടാഗ് ബ്ലോക്ക് ആയപ്പോ ചേട്ടനോട് കാർ മാറ്റാൻ പറഞ്ഞപ്പോ പുള്ളി ഇപ്പൊ മാറ്റാന്നൊക്കെ പറഞ്ഞതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ചെങ്ങന്നൂരൊന്നും നമ്മൾ വലിയ പ്രയാസമൊന്നും ഇല്ലാതെ തൊഴുതിറങ്ങി. അവിടെ നമ്മൾ നേരെ വന്നത് അരീക്കരയാണ് കേട്ടോ. അരീക്കര പറയരുകാല എന്ന് പറയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്ളോഗൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി കഴിഞ്ഞ ഏപ്രിൽ ആണെന്ന് തോന്നുന്നു. നമ്മുടെ കുടുംബക്ഷേത്ര ദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് കേട്ടോ എന്റെ കല്യാണത്തിന് ജാതകം നോക്കാനും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം നമ്മൾ കുടുംബക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് പറയരുകാല ക്ഷേത്രം, നമ്മുടെ കുടുംബക്ഷേത്രമാണ്. അപ്പൊ അവിടെ ഉത്സവമൊക്കെ തുടങ്ങാൻ പോകാൻ തോന്നുന്നു. നോട്ടീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തൊട്ടപ്പുറം തന്നെ എന്റെ യോഗീശ്വരന്റെ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഒരു കുഞ്ഞു തോടിടപ്പ് ഞാൻ ചെറിയായിട്ട് വീഡിയോ എടുത്താ. അപ്പൊ അവിടെയും കൂടെ കയറി നമ്മൾ തൊഴുതിട്ട് പോവാണ്. അങ്ങനെ 3ാമത്തെ അമ്പലവും നമ്മള് നല്ല രീതിയിൽ തന്നെ തൊഴുതിറങ്ങി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകാനുള്ളത് കുറച്ച് ദൂരം, ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് തന്നെ ദൂരമുണ്ട്. പന്തളത്തോട്ടാണ് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പന്തളം പാലം. പന്തളം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അയ്യപ്പനെയൊക്കെയല്ലേ ഓർമ്മ വരുന്നത്. അപ്പൊ അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പന്തളം വലിയ കോയിക്കൽ അമ്പലത്തിലേക്കാണ് പോകുന്നത്. കൊട്ടാരം അമ്പലം ഒക്കെ അടുത്തടുത്താണ് കേട്ടോ. വൃശ്ചികം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഇന്ന് തീയതി എന്ന് പറയുന്നത് വൃശ്ചികം 2ആണ്. കാരണം വൃശ്ചികം 3-നായിരുന്നു എന്റെ കല്യാണം. അപ്പൊ വൃശ്ചികം 2ആണ്. അപ്പൊ ഇന്നലെ ശബരിമല നട തുറന്നു. അപ്പൊ ഇനി അങ്ങോട്ട് ഒരു 2 മാസത്തോളം ഇവിടെ നല്ല തിരക്കായിരിക്കും. നമ്മുടെയൊക്കെ ഈ ഒരു വഴിയൊക്കെ പാസ് ചെയ്ത് കിട്ടാൻ പോലും ഭയങ്കര പാടായ രീതിയിൽ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇന്ന് മുതൽ തിരുവാഭരണം കാണാൻ പറ്റും കേട്ടോ. അതിന്റെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. കാരണം കഴിഞ്ഞ വർഷം തിരുവാഭരണം കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന സമയത്ത് ഇവിടെ അമ്പലത്തിൽ ആരോ അതായത് കൊട്ടാരത്തിൽ ആരോ മരിച്ചിട്ട് അമ്പലം അടച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഈ വൃശ്ചികം 1-ന് തിരുവാഭരണം തുറന്നു വെക്കുക. അയ്യപ്പനെ നമ്മൾ കണ്ടിട്ടില്ലേ ടിവിയിലൊക്കെ കൊണ്ടുപോകുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക്. അപ്പൊ അത് തുറന്നു വെക്കും. അപ്പൊ നമുക്ക് കാണാം, ഒരു ഡിസ്റ്റൻസിൽ നിന്ന് കാണാൻ പറ്റും. അവിടെ നമുക്ക് വീഡിയോയും ക്യാമറയും ഒന്നും അലൗഡ് അല്ല. അല്ലെങ്കിൽ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കഴിവതും അകത്തോട്ട് അധികം കയറ്റാറില്ല. വൃശ്ചികം 1 മുതൽ തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന മകരവിളക്കിന് കൊണ്ടുപോകുന്ന വരെ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് 3 ദിവസം തുറന്നു വെക്കുമെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ദിവസവും നമുക്ക് അടച്ച പെട്ടി മാത്രമേ കാണാൻ പറ്റൂ. അതെ, നമ്മുടെ തിരുവാഭരണത്തിന്റെ ഇതൊക്കെ പ്രമാണിച്ചിട്ടാണ് കേട്ടോ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ ഇവിടെ വരുമ്പോഴായിരുന്നു കൂടുതലും കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കുഞ്ഞായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വലിയ കോയിക്കൽ അമ്പലം. അപ്പൊ കോയിക്കൽ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് നമ്മൾ 5ാമത്തെ അമ്പലമായ മെഴുവേലിയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ കൂടെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഏകദേശം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇലവന്തിട്ട അമ്പലത്തിൽ നമ്മൾ കല്യാണ വേഷത്തിൽ പോയി തൊഴണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ട് നാളെ രാവിലെ പോകത്തേ ഉള്ളൂ. അതേ മെഴുവേലിയിലോട്ട് വന്നപ്പോ സമയം ഒരു 10 മണി 10:15 കഴിഞ്ഞു. അമ്പലം അടയ്ക്കുന്ന ഒരു സമയത്തോട് അടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ കൂടെ തൊഴുതിട്ട് നമ്മൾ നമ്മുടെ ഗുരുമന്ദിരത്തിലും കൂടെ കയറി തൊഴുത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഒരു 10:30 ആയപ്പോ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ വഴി മുതലേ നമ്മൾ അടിപൊളിയായിട്ട് നല്ല ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ജസ്റ്റ് പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കസേരയൊന്നും അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അമ്മ മാത്രമേ എനിക്ക് ഒന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. കാരണം ഹൽദിയൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു നമ്മൾ തലേദിവസം കിടന്നത്. എനിക്ക് പിന്നെ കല്യാണത്തിന്റെ ഒരു ആഘോഷമായതുകൊണ്ട് വലിയ ഉറക്കവും കാര്യങ്ങളും ക്ഷീണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്റെ സുന്ദരി വന്നോ അങ്ങനെ അമ്പലത്തിലെ ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്നു. റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇന്നലത്തെ ഹൽദിയുടെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ അപ്പോഴാണ് അദ്ദേഹം നമ്മുടെ മലബാർ ഗോൾഡിൽ നിന്ന് അവര് സ്വർണം കൊണ്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചത്. ബില്ല് പ്രകാരം കാണിച്ചു തരാം. നോക്കിയോ ഇതിനകത്ത്
അങ്ങനെ മലബാർ ഗോൾഡുകാർ വന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ഓർണമെന്റ്സും ബില്ല് പ്രകാരം എല്ലാം കാണിച്ചൊക്കെ തന്ന് അവരെ നമുക്ക് ഏൽപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് അവർ പോയി. അപ്പൊ നമ്മുടെ ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഒരു സമയം ഒരു 10:45 ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ബലൂണ് കസിൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരോടും ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഏകദേശം ഒരു 12 മണി ആകുമ്പോഴത്തേക്ക് എനിക്ക് പുടവയുടെ മേക്കപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങാം. ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങണം. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ളിൽ നമ്മുടെ ബ്രൈഡ് ടു ബി കാര്യങ്ങളെല്ലാം കഴിയണം. അപ്പൊ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. പ്രിയ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് നമ്മുടെ വന്നിട്ട്. അപ്പൊ ചേച്ചിയുടെ അടുത്ത് തന്നെ കേക്ക് ഓർഡർ ചെയ്തിരുന്നത്. ചേട്ടന്റെ ബർത്ത്ഡേക്ക് അവിടെ നിന്നായിരുന്നു കേട്ടോ ഓർഡർ ചെയ്ത്. അപ്പൊ ബട്ടർ സ്കോച്ചിന്റെ ഒരു കേക്ക് ആയിരുന്നു. അപ്പൊ കേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടെ കഴിഞ്ഞ ദിവസം മഞ്ഞ ബലൂണൊക്കെ സൈഡ് ഒതുക്കിയിട്ട് നമ്മൾ ഇന്നൊരു പീച്ച് ലുക്കാണ്. എന്റെ ഡ്രസ്സും പീച്ചാണ് കേട്ടോ. ഇപ്പൊ ഇട്ടിരിക്കുന്നത് പീച്ചല്ല, ഞാൻ ഇത് മാറിയിട്ട് ഇനി പീച്ച് കളർ ഡ്രസ് ഇടണം. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ 1-2 കസിൻസ് കൂടെ വരാനുണ്ട്. അപ്പൊ അവരോടൊക്കെ വന്നിട്ട് നമ്മൾ ഇത് പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബലൂൺ ഓരോരോ മിനിറ്റ് കഴിയും തോറും ഓരോരോ ബലൂൺ ഇങ്ങനെ പൊട്ടി പൊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഒത്തിരി ബലൂൺ വീർപ്പിക്കാൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കാരണം നമ്മൾ ഇത്രയും പേർപ്പിച്ച് കെട്ടിച്ചൊക്കെ വെച്ചു. അപ്പൊ അത് എല്ലാവരും വന്നിട്ടുണ്ട് ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരുങ്ങിയിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ, എന്റെ പുടവ ഫംഗ്ഷന് വേണ്ടിയിട്ട്. ചേച്ചി പോയോ? അപ്പൊ 3 മണിക്കാണ് എന്റെ പുടവെടുക്കൽ ഫംഗ്ഷൻ. അപ്പൊ 12 മണിയാകുമ്പോഴത്തേക്ക് ഒരുങ്ങാൻ ചെല്ലണമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്റെ തീറ്റിയും കുടിയും കേക്ക് കട്ടയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ സമയം 12:30 നീ ഒരുങ്ങിയിട്ട് വിളിക്കണം, എന്നിട്ട് വേണം ഇവക്ക് ഒരുങ്ങാൻ. അല്ലേ ഞാൻ വന്നിട്ട് ഒരുങ്ങിക്കോളാം. ഞാൻ വന്നിട്ട് അതിനും സമയം കിട്ടത്തില്ല, എത്ര മണിക്കൂർ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഇപ്പൊ ബ്യൂട്ടി പാർലറിലേക്ക് ഒരുങ്ങാൻ പോകുമ്പോ എന്റെ കൂടെ വരുന്നത് പൊന്നുമാണ് കേട്ടോ. അപ്പൊ എന്റെ അച്ഛന്റെ അനിയന്റെ മോളാണ്. അപ്പൊ അവള് വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരുങ്ങി പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും അവളെ തിരിച്ചു വിട്ടിട്ട് ആർച്ച വിളിക്കണം അപ്പച്ചിയുടെ മോളെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരുങ്ങണ്ടേ. അപ്പം അപ്പോഴത്തേക്ക് ആർച്ച ഒരുങ്ങിയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭയങ്കര അബദ്ധമായി പോയി. കാരണം പൊന്നിയോടാണ് നമ്മൾ ചിന്തിച്ചത്, പൊന്നിന്റെ ഡ്രസ്സ് ഒരുങ്ങാനുള്ള സാധനങ്ങളുമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയാൽ മതിയായിരുന്നു എന്ന്. അപ്പൊ അതെ നമ്മുടെ കാർ എത്തി. ഇതാണ് നമ്മുടെ പുതിയ കാറ്, നമ്മുടെ ബലേനോ. അതെ നമ്മള് അർജുനും അദ്വൈതും കൂടാണ് എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞ്. തിരിച്ചു പോകുന്ന വഴിക്ക് അവർക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്. അപ്പം ദേ അർജുനുണ്ട്, അദ്വൈതുണ്ട്, അതുപോലെ തന്നെ പൊന്നുണ്ട്. നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോകാം. നമ്മുടെ ജസ്റ്റ് നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് ചേച്ചിക്ക് ഒരു സെന്റർ ഉണ്ട്. പക്ഷെ ഇന്ന് കൂടുതലും ഒരുങ്ങാനുള്ള മാലയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ എലവന്തിന്റെ മെയിൻ സെന്ററിൽ ഇരിക്കുന്നുണ്ട്. എലവന്തിട്ടോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ദേ ബ്യൂട്ടി പാർലറിലെത്തി. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ചേച്ചി എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം ചേച്ചി 2-3 തവണത്തെ വിളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഒരുങ്ങിയതിന് ശേഷമുള്ള എന്റെ പുടവ ലുക്ക് കാണാം. അങ്ങനെ എന്റെ പുടവ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ രശ്മി ചേച്ചി എന്നെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ മേക്കപ്പിലൊക്കെ ഞാൻ നല്ല ഫുൾ കോൺഫിഡന്റ് ആണ്. ഇനി എന്റെ പുടവ ഫംഗ്ഷൻ കാണാം. അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മൈ ന്യൂ ഫാമിലി. മലരും തോൽക്കും മുഖമേ, മിഴികൾ ചിമ്മും ശിലയേ, പകലിൽ തൂകും നിലവേ, കവിയും പാടാ കവിതേ. അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണേ, കണ്ടാലും കണ്ടാലും കൊതി തീരാ നൊമ്പരമെന്താവോ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ, പൂം പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. കുളിരായി തോന്നും വെയിലേ, കിളിയായി കൊഞ്ചും മൊഴിയേ, പലതും പകരാനിനിമേ, അരികിൽ ചേരാമിവനേ. ഇന്നോളം ഇന്നോളം മിഴി പൊന്നായി കണ്ടവയെല്ലാം നിന്നോളം നിന്നോളം വരുകില്ല എന്നറിവാകുന്നേ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ, പൂം പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ.
ആദ്യം മിണ്ടേണം തെല്ലൊന്നു നോക്കുവാൻ, ഏതാദ്യം പാടേണം നാണങ്ങൾ പൂക്കുവാൻ. ഒരു പാൽ കിന്നാരം പുഴയായി മാറേണം, അല തല്ലിത്തീരാതെ തമ്മിൽ തൂവിടേണം. അവളെന്നും ചൂടും മുത്താരത്തിൻ മുത്തായി മാറാൻ മോഹം, ഒളിവില്ലാതോതും സല്ലാപത്തിൽ തേനായി തെന്നാൻ ദാഹം. അമ്മാനം ചെമ്മാനം നിറമെല്ലാം തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴീണ ചിമ്മിത്തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ. ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ. തിരിതിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴീണ ചിമ്മിത്തൊഴുതുണരാനും എന്താണെന്താവോ. ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. ഈ തിരുവനോരങ്ങളിൽ നീ എഴുതിടും കോലമോ, ഈ തിരുവിനോരത്തു നീളെ നീ എഴുതിടും കോലമോ. പറയൂ ഇളവെണ്ണിലവേ, നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകിയഴകേ. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ. നിറയുക സിരകളിൽ അനുപമലഹരികളെ, പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും. സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ. കാതിനോരമാരോ പാടി തിരിതിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴീണ ചിമ്മിത്തൊഴുതുണരാനും എന്താണെന്താവോ. ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻസൂര്യനും. ഉയിരിൽ നിറയും അരിയ കിരാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയ. മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ. തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴീണ ചിമ്മിത്തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ.
മണിമഞ്ചാടിക്കാറ്റും പണ്ടവരറിയാതെ പ്രണയികളായി. മന്ദാരപ്പൂവും മണിമഞ്ചാടിക്കാറ്റും പണ്ടവരറിയാതെ പ്രണയികളായി. ഇളവെയിലറിഞ്ഞിടാതെ മറുപൂവറിഞ്ഞിടാതെ അരികെ വരുന്ന നേരം ഒരു വാക്കുമിണ്ടിടാതെ ഉള്ളിനുള്ളിൽ പെയ്യും പ്രണയം. പൂവും കാറ്റും ചേരും പ്രണയം. മന്ദാരപ്പൂവും മണിമഞ്ചാടിക്കാറ്റും പണ്ടവരറിയാതെ പ്രണയികളായി. മന്ദാരപ്പൂവും മണിമഞ്ചാടിക്കാറ്റും പണ്ടവരറിയാതെ പ്രണയികളായി. ശലഭം അറിയാതൊരു വസന്തമൊഴി മലരിൻ ഇതളിലെഴുതുക. അതിലെ ഇതിലെ കുറുകിയോടി വരും കുറുമ്പൻ ചിരിയാൽ കാറ്റിതാ. പകലിനും നിറരാവിനും പതിവിനും മഴതായിതാ. കനവുകൾ പുഴയായിതാ ഇരുവരും ഒഴുകും നീതാ. ഉള്ളിൽ പെയ്യും പ്രണയം. പൂവും കാറ്റും ചേരും പ്രണയം. സൂര്യൻ ചന്ദനവേലാലെ മണ്ണിൽ തൂവും വെൺമധുരം. തമ്പുരു ശ്രുതി മീട്ടി മാരുതനിരുകാതിൽ പെയ്യും പാട്ടിൻ പാൽ മധുരം. മന്ദാരമാകെ മൂളുന്ന വണ്ടും ചുണ്ടോടേകും തേൻ മധുരം. കൺപീലിയാകെ നീയാം കിനാവിൻ മഞ്ഞോർമയേകും നീർമധുരം. സ്വരജതികളിലൂടെ മനമറിയുകയായി മൗനാനുരാഗത്തിൻ തൂമധുരം. കുങ്കുമനിറ സൂര്യൻ ചന്ദനവേലാലെ മണ്ണിൽ തൂവും വെൺമധുരം. ഗരി ഗരി സ നിധ മണി സ സ സഗരെ ഗ മ മ മണി ഗ മ ഗ മ ഗരെ സഗരെ ഗ സ സ ഗരെ നിധ നി സ സഗരെ ഗ മ മ മണി ധ മ മ ധ നി സ ധ നി സ രെ ഗ ഗ ഗ രെ സ ധ നി സ നി ധ ഗ മ ഗ മ ഗ മ ഗ മ ധ നി ധ മ ഗ മ ഗ മ ഗ മ ഗ മ ധ നി ധ മ ഗ മ നി മണി നി സ ധ നി സ രെ ഗ മ രെ സ പ ഗ മ രെ സ ധ നി സ രെ ഗ മ രെ സ സ. ഞാറ്റടി പാട്ടിൽ നീർത്ത താരാ
പൂവും വെൺമധുരം തമ്പുരു ശ്രുതി മീട്ടി മാറുതനിരു കാതിൽ പെയ്യും പാട്ടിൻ പാൽമധുരം മന്ദാരമാകെ മൂടുന്ന വണ്ടോ ചുണ്ടോടേകും തേൻമധുരം കൺപീലിയാകെ നീയാം കിനാവിൽ മഞ്ഞോർമയേകും നീർമധുരം സ്വരജതികളിലൂടെ മനമറിയുകയായി മൗനാനുരാഗത്തിൻ തൂമധുരം കുങ്കുമനിറ സൂര്യൻ ചന്ദനവേലാലെ മണ്ണിൽ പൂവും വെൺമധുരം പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ തങ്കമേ 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 തന്നാനേ മായം കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിടല്ലേ കാതിൽ നിന്ന് ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണായി അഴകെ ചങ്കുലക്കണ ചോദ്യം ഇതെന്റെ തീയരിക്കണോ രാധിയുമെന്റെ നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ ചിയോതി കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കൈയും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ മഴവിൽ ചന്തമേ നീയൻ സ്വന്തമേ തന്താനേ 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 പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ
ചാരത്തെ മഴവില്ലിൻ ചിറകോലും പ്രാവേ നിഴവാതിൽ തരി പോലും ചാരാതെ ഇരവട്ടും പകലത്തും കാത്തു നീ മതി വരുമോ പ്രിയ സഖി നിൻ മനമരുളും മധുരം ഹൃദയം ഒരു പുഴയായി ഈ വഴിയിലൊഴുകുമിനിയേറെ അനുരാഗ കിളിവാതിൽ ചാരത്തെ മഴവില്ലിൻ ചിറകോലും പ്രാവേ നിഴവാതിൽ തരി പോലും ചാരാതെ ഇരവട്ടും പകലത്തും കാത്തു നീ മതി വരുമോ പ്രിയ സഖി നിൻ മനമരുളും മധുരം ഹൃദയം ഒരു പുഴയായി ഈ താലിപ്പൊന്നോ കൊന്നപ്പൂവായി വിരിയണ നേരം കുളിരണി മേട നിലാവായി നീയും അണുവിലും ചേരും ഇന്നിൻ താളിൽ പടരുകയല്ലേ കനവൊരു മോഹനി കുഞ്ചം നീയും അതിലാലിയും അരുമക്കിടാവും ഇടിച്ചിമ്മിയേകും ഒരു മന്ദഹാസമായി പുലരുളി വരുമരികെ പക്ഷി നിന്നെ കണ്ടേ ഉണരുമെൻ ലോകം ഉയിരിലെ ആത്മസുഗന്ധം നീ നിൻ ചിറകിലും ചൂടി ഭംഗാതിന്നും നിന്നിൽ കത്തും തിരിന്റെ ജീവൻ അങ്ങനെ പുടവെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വന്നവരൊക്കെ തിരിച്ചു പോയി. അപ്പം നമ്മുടെ വീട്ടിലെ തിരക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം രാത്രി 12 മണി വരെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ദേ സമയം ഇപ്പം ഏകദേശം ഒരു 10 മണിയോളം ആയിട്ടുണ്ട്. എല്ലാവരും പുടവെടുക്കലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലാണ്. അപ്പം ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചേച്ചി ഇതേണ്ട ആകത്ത് അപ്പൊ അതേ സമയം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വക ഒരു അടിപൊളിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പാട്ട് പാടുന്ന അങ്കിളുമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരെല്ലാം കൂടെ സ്റ്റേജിൽ പാട്ടും കാര്യങ്ങളും മേളങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കല്യാണ തലേന്ന് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുക. അതെ അച്ഛന്റെ റോള് ഇത്തവണ
പുത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനണികൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയേ താളം നീയേ എന്നാത്മ സംഗീത സ്വപ്നം നീയല്ലേ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മ സംഗീത സ്വപ്നം നീയല്ലേ മനസ്സിൽ പാടമാത്രം നീ തുറന്നുവാ പുഞ്ചിരി തേൻ മഞ്ചരി സഖിവാ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ ഉന്മാദത്തേരളകൾ ചുണ്ടിലണിഞ്ഞവളേ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മ സംഗീത സ്വപ്നം നീയല്ലേ അങ്ങനത്തെ നമ്മുടെ റൂമൊക്കെ ഫുള്ള് ഗിഫ്റ്റ് കൊണ്ട് നിറഞ്ഞു കേട്ടോ. കട്ടിലെന്ന് ഒരു കണക്കിനാണ് ഇതെല്ലാം വാരിയെടുത്ത് താഴോട്ട് ഇഴിച്ചിട്ട് കിടന്നുറങ്ങല്ല ചെത്ത് വീഴുന്ന അവസ്ഥയായിരുന്നു. കാരണം അതുപോലെ ക്ഷീണമായിരുന്നു. എന്നാൽ ഈ ഒരു അടിച്ചുപൊളിയൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറെ നേരമൊക്കെ അവിടെ നിന്ന് എല്ലാവരും കൂടെ എന്നെ ഓടിച്ചു വിട്ടു കേട്ടോ. കാരണം നാളെ 3 മണിക്ക് ഞാൻ എഴുന്നേക്കണം. എന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് 4 മണിക്ക് ബ്യൂട്ടീഷ്യൻ വരും. അപ്പൊ അതെ അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാവരും പോയി കിടന്നിറങ്ങും വെച്ചേ ഇല്ലെങ്കിൽ മണ്ഡപത്തിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നൊക്കെ പറഞ്ഞ് എന്നെ പെട്ടെന്ന് ഓടിച്ചു വിട്ടു കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും മേക്കപ്പും കാര്യങ്ങളൊക്കെ തേച്ചൊരച്ച് കളഞ്ഞതിന് ശേഷം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നാളെയാണ് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നത് ഞങ്ങളുടെ ദിവസം. നാളെയാണ് എന്റെ കല്യാണം. അപ്പൊ കല്യാണത്തിന്റെ വ്ളോഗുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വ്ളോഗിൽ കാണാൻ. ടാറ്റാ.